إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال മുബീൻ. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാപരമായ നിർദ്ദേശങ്ങളുമൊക്കെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഓരോ ചുറ്റുപാടിലും സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമെന്ന് ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈമാൻ വർദ്ധിക്കുന്നത് യസീദു ബിത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ മാനിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വയൻഖുസു ബിൽ അസിയാൻ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഈമാൻ കുറഞ്ഞു പോകും എന്ന് ഉലമാക്കൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ആയിരിക്കെ തന്നെ മുസ്ലിം എന്ന രൂപത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇബാദത്തുകൾ, നമസ്കാരം പോലുള്ള കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാതിരിക്കുക, സമയത്തിന് നിർവഹിക്കാതിരിക്കുക, നിർവഹിക്കുന്നത് തന്നെ ആർക്കോ വേണ്ടി വളരെ അലസമായി നിർവഹിക്കുക, ഒരു കണിശതയോ ഒരു സൂക്ഷ്മതയോ ഭക്തിയോ ഒന്നുമില്ലാതെ ഒരു ചടങ്ങ് പോലെയൊക്കെ നിർവഹിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. അങ്ങനെ നിർവഹിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സക്കാത്ത് അതിന്റെ കണക്കനുസരിച്ച് നൽകണമെന്ന കാര്യം മനസ്സിലാക്കിയിട്ടും ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നറിഞ്ഞിട്ടും അതിലൊന്നും താല്പര്യം കാണിക്കാതെ ആ ബാധ്യത നിർവഹിക്കാതെ അതിനെ അവഗണിച്ചു പോകുന്നവരെ നമുക്ക് കാണാൻ കഴിയും. റമളാനിൽ നോമ്പുകാരനായിരിക്കെ തന്നെ നോമ്പിന്റെ ഫള്, അതിന്റെ പ്രതിഫലത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ടും നോമ്പിന്റെ ഫലം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും.
ഇസ്ലാം നിഷിദ്ധമാക്കിയ ഹറാമുകൾ അതിൽ പലരും പെട്ടുപോകുന്നു. പലരും അത് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. ചെയ്യുന്നതിൽ വലിയ കുറ്റമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ അത് ചെയ്യുന്നു. അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകണമെന്ന് പലപ്പോഴും ഓർമ്മയിൽ വന്നാൽ പോലും അതിൽ തന്നെ അങ്ങനെ തുടരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെങ്കിൽ, നമ്മുടെയൊക്കെ മനസ്സിന്റെ അവസ്ഥ ഈ ഒരു രൂപത്തിലാണ് എങ്കിൽ നമ്മുടെ ഈമാനിന്റെ ഗ്രാഫ് എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈമാന്റെ ഗ്രാഫ് വളരെ താഴ്ന്നാണ് നിൽക്കുന്നുണ്ടാകുക. ഈമാൻ കുറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു തരത്തിൽ ഹൃദയത്തിന്റെ ഉടമകളെ പറ്റി ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ഒക്കെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. രണ്ടു തരം ഹൃദയങ്ങളുണ്ട് മനുഷ്യർക്ക്, രണ്ട് രൂപത്തിലുള്ള ഹൃദയങ്ങൾ അല്ലെങ്കിൽ മനസ്സ്. അതൊന്നെന്താണ്? ഈ രൂപത്തിലാണ്, വേണ്ട വിധത്തിൽ ഈമാൻ നിലനിർത്തി പോകാൻ കഴിയാത്ത ഹൃദയങ്ങളാണ്. എന്നാൽ നോക്കൂ, 5 നേരത്തെ നമസ്കാരത്തെ പറ്റി നല്ല ബോധമുണ്ട്, കൃത്യമായ സമയത്ത് അത് നിർവഹിക്കുന്നുണ്ട്, ഭക്തിയോടെ അത് നിർവഹിക്കുന്നുണ്ട്, പരമാവധി ജമാഅത്തായി നിർവഹിക്കാനുള്ള സൂക്ഷ്മത അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതിനുശേഷമുള്ള സുന്നത്തുകൾ അയാൾ നിർവഹിക്കുന്നു, സക്കാത്ത് കണക്കനുസരിച്ച് തന്റെ അവകാശങ്ങൾ അത് അവകാശികളിലേക്ക് കൃത്യമായി അത് നൽകുന്നു, നോമ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നു, സുന്നത്തായ നോമ്പുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അയാൾ നിർവഹിക്കുന്നു, ഹറാമുകൾ ശ്രദ്ധിച്ച് ജീവിതത്തിൽ ഈമാൻ നിലനിർത്തി പോകാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെയും മനുഷ്യരുണ്ടാവും. 2 രൂപത്തിലുള്ള ഹൃദയത്തിന്റെ ഉടമകൾ. നമ്മൾ ഇതിൽ എവിടെയുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മപരിശോധന നടത്തുക. ഇത്തരത്തിൽ ഈമാൻ പറ്റെ കുറഞ്ഞുപോയി, അള്ളാഹുവിന്റെ ഓർമ്മകളിൽ നിന്ന് നമ്മൾ മനസ്സകന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അതല്ല, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് പോകുന്നത് എന്ന് വിലയിരുത്തുക എന്നതാണ് മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം നിർവഹിക്കാനുള്ളത്. സദാസമയം ഹൃദയത്തിൽ ഈമാൻ നിറഞ്ഞു നിൽക്കുക എന്നത് വിശ്വാസിയുടെ ജീവിതത്തിലെ ഒരു വലിയ സൗഭാഗ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും അത് നിറഞ്ഞു നിൽക്കാൻ, നിലനിർത്തി പോകാൻ സാധിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സൗഭാഗ്യമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലെ 22-ാമത്തെ ആയത്തിൽ 2 തരം മനുഷ്യരെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഒന്നാരാണ്? ഏതൊരാൾക്കാണോ അള്ളാഹു അയാളുടെ ഹൃദയത്തിന് ഇസ്ലാം ദീനിന്റെ വിശാലത നൽകിയത്, ആ വിശാലത നൽകപ്പെട്ടതോടുകൂടി അയാളുടെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിന്റെ അപാരമായ നൂറിന് അയാൾ അർഹനായി എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രകാശത്തിലായി തീർന്നു അയാൾ. അള്ളാഹിന്റെ കാവലിലാണ് പിന്നെ അയാൾ പോകുന്നത്. അപ്പൊ ഇസ്ലാം സ്വീകരിക്കാനുള്ള വലിയ തൗഫീക്ക് കിട്ടി, അയാൾ അള്ളാഹുവിന്റെ പ്രകാശത്തിനുടമയായി തീർന്നു എന്നാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം മനുഷ്യരുണ്ട്. എന്നാലോ ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ സ്മരണകളിൽ നിന്ന് ചില മനുഷ്യരങ്ങനെ അകന്നകന്നു പോയി. എന്നിട്ട് അവരുടെ മനസ്സൊക്കെ കടുത്തു പോയിട്ടുണ്ട്, പരിക്കനായിട്ടുണ്ട്. ആ അള്ളാഹുവിനോടുള്ള കുഫർ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്മരണകളിൽ നിന്ന് അകന്നുപോയത് കൊണ്ട് അവർക്ക് നാശം ബാധിച്ചിരിക്കുന്നു എന്നാണ്. നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ നൂറ് കിട്ടിയവർ, എന്നാൽ അള്ളാഹുവിന്റെ സ്മരണകളിൽ നിന്ന് അകന്നുപോയി ഹൃദയം കടുത്തുപോയവർ, ഈ 2 കൂട്ടരും ഒരുപോലെയാകുമോ എന്ന് ഖുർആൻ ചോദിക്കാണ്. ഒരിക്കലും അല്ലല്ലോ. ഉലൈക ഫീ ളലാലിൻ മുബീൻ, ഹൃദയം കടുത്തുപോയവർ, ഒരു മനുഷ്യപ്പറ്റില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെട്ട മനസ്സിനെ കുറിച്ച് കടുത്തുപോയി എന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ നമ്മൾ എവിടെയാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. അപ്പൊ ഹിദായത്ത് ലഭിച്ച് റബ്ബിന്റെ നൂറ് വെളിച്ചം കിട്ടിയ മനുഷ്യർ, മറ്റൊന്ന് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ മറന്നുകളഞ്ഞ് അവഗണിച്ച് അത് നിഷേധിച്ച് ഹൃദയം കടുത്തുപോയ മനുഷ്യർ, ഈ ദീനിന്റെ വിശാലത ലഭിച്ച അള്ളാഹിന്റെ നൂറ് കിട്ടിയ മനുഷ്യരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് മനസ്സിനൊരു ലോലമായ സമീപനം ഉണ്ടാവും. ഒരു നിർമ്മലമായ മനസ്സിനുടമയായിരിക്കും അവർ വളരെ കരുണയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക? ആളുകളോട് ഇടപഴകുക. വളരെ സ്നേഹമുള്ള മനുഷ്യരായിരിക്കുമെന്നാണ്. പ്രത്യേകിച്ച് വിശ്വാസികൾ തമ്മിൽ ഇഖ്വത്ത് എന്ന് ഉദ്ദേശിച്ചല്ലോ ഖുർആൻ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവർ പരസ്പര സഹോദരങ്ങളെ പോലെ. ഈമാനുള്ള മനുഷ്യർ തമ്മിലുള്ള ബന്ധം വളരെ കാരുണ്യത്തോടും സ്നേഹത്തോടു കൂടിയൊക്കെ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഈ നൂറ് കിട്ടാതെ പോയാലോ
അവർ അള്ളാഹുവിന്റെ ദീനിൽ നിന്നകലും. വലിയൊരു തരത്തിലുള്ള ഗൗരവം അവരെ പിടികൂടും. അവരുടെ മനസ്സ് കാർക്കശ്യത്തിലായി പോകും. വലിയ പരിക്കൻ സ്വഭാവത്തിന് ഉടമകളാവും. അസൂയ അവരെ പിടികൂടും. കിബർ അവരെ നയിക്കുന്ന രൂപത്തിലേക്ക് മനുഷ്യർ മാറുമെന്നാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഈ മനസ്സിന്റെ അവസ്ഥകൾ ഇങ്ങനെ രൂപപ്പെട്ടാൽ എന്താ പ്രശ്നം? ഈ രണ്ടു തരം മനസ്സിന്റെ ഉടമകൾ, ഒന്ന് നല്ല മനസ്സും ഒന്നൊരു ചീത്ത മനസ്സുമാണല്ലോ. ഈ നല്ല ഗുണങ്ങളുള്ള മനസ്സിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇടപെടുന്ന മേഖലകളിലൊക്കെ ഈ സ്വഭാവം അവരെ സ്വാധീനിക്കും. എന്നാൽ ഗുണം ഇല്ലാത്ത ദുർഗുണ സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെട്ടു പോകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരിടപെടുന്ന എല്ലാ മേഖലകളിലും ഈ സ്വഭാവങ്ങൾ അവരെ സ്വാധീനിക്കും, അവരെ ബാധിക്കും. അത് അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും, അമലുകളിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദാമ്പത്യരംഗം, കുടുംബരംഗം എടുത്തു നോക്കുക. നമ്മുടെ മനസ്സ് ഈ രൂപത്തിലാണ്, ഏത് രൂപത്തിലാണ്? നന്മയുടെ രൂപത്തിലാണെങ്കിൽ അത് അവിടെ സ്വാധീനിക്കും. ഈ തിന്മയുടെ, ഒരുതരം അവഗണനയുടെ, നിഷേധത്തിന്റെ സ്വഭാവമാണ്, കാർക്കശ്യത്തിന്റെ സ്വഭാവമാണെങ്കിൽ അതൊക്കെ അവിടെ ബാധിക്കും. നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബരംഗത്ത് ഒക്കെ നല്ലവരാണെന്ന് കരുതുന്ന കുറെ ആൾക്കാരുണ്ടാവും. പൊതു രംഗത്തിൽ വലിയ മാന്യന്മാരായിരിക്കും, പക്ഷെ ദാമ്പത്യ രംഗത്ത് വലിയ പരാജയമായിരിക്കും. കുടുംബരംഗത്ത് വളരെ പരിക്കനായിരിക്കും. വെറുക്കപ്പെട്ടവരായി കുടുംബത്തിൽ ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. പക്ഷെ പുറത്തവർ വലിയ ആദരവ് ഏറ്റുവാങ്ങുന്ന ആളുകളാണ്, മനുഷ്യന്മാർ അംഗീകരിക്കുന്ന ആളുകളാണ്. നാട്ടില് വളരെ ജനസമ്മതിയുള്ള ആളുകളായിരിക്കും. പക്ഷെ കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ അവർ വെറുക്കപ്പെട്ടവരായി മാറുന്നു. എന്തുകൊണ്ടാണ്? ഈ ഖുർആൻ പറഞ്ഞ ഈ സ്വഭാവം നമ്മുടെ മനസ്സിൽ നല്ല ഗുണങ്ങൾ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. വിശ്വാസികൾ അങ്ങനെയാകാൻ പാടില്ല എന്നതാണ് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത് എന്നാണ്. മുഅ്മിനുകൾ എന്ന നിലക്ക്, മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് അങ്ങനെയല്ല വേണ്ടത്. അക്മലുൽ മുഅ്മിനീന ഈമാന, ഒരു മുഅ്മിന്റെ ഈമാൻ എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുന്നത്? അഹ്സനുഹും ഖുലുഖ, അഹ്സനുഹും ഖുലുഖ വഖിയാറുകും ഖിയാറുകും ലിഅഹ്ലിഹി. രണ്ട് കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്ന്, നമ്മുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്ന എപ്പോഴാണ്? ഒന്ന് നമ്മുടെ സൽസ്വഭാവം കൊണ്ടായിരിക്കും. മറ്റൊന്ന്, കുടുംബത്തിൽ നമ്മൾ മാന്യന്മാരാകുമ്പോഴാണ്, നല്ല രീതിയിൽ പെരുമാറുമ്പോഴാണ്. ഇത് രണ്ടും ഇല്ലാതായാൽ നമ്മൾ പരാജയപ്പെടുമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ പരാജയപ്പെടുന്ന ആളുകളെ, പുതിയ തലമുറ, അവരുടെ ഭാഷ മാറി, അവരുടെ കാഴ്ചപ്പാടുകൾ മാറി, നമ്മുടെ ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതം, മാതാപിതാക്കളുടെ ജീവിതമൊക്കെ നമ്മുടെ മക്കള് കണ്ടു വളർന്നു വരികയാണ്. പല കുടുംബത്തിലും നമ്മുടെ കുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. എന്തായിരിക്കും കാരണം? പല കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും അവർ കണ്ട കുടുംബജീവിതം വളരെ ദുസ്സഹമാണ്, ഭയങ്കര പ്രയാസമാണ്, വലിയ അടിമകളെ പോലെ ജീവിക്കേണ്ട സാഹചര്യങ്ങളാണ്. ബാപ്പമാർക്ക് കിട്ടുന്ന ചീത്ത കേട്ട് വളരുന്ന മക്കളുണ്ട്, അവർ അവഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് വളരുന്ന മക്കളുണ്ട്. അവർക്കൊരു പെണ്ണിനെ കെട്ടിച്ചുകൊണ്ടിരുന്ന ധൈര്യം ഉണ്ടാവും. ചില പെൺകുട്ടികൾ വളരുന്നുണ്ട്, അവരുടെ മാതാക്കൾ, ഉമ്മമാർ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ കണ്ടാണ് അവർ വളരുന്നത്. ബാപ്പയുടെ സ്വഭാവം കണ്ടിട്ടാണ് അവർ വളരുന്നത്. ഇതാണ് കുടുംബജീവിതമെങ്കിൽ എന്തിനാണ് ഞാനിങ്ങനെ ഒരു ഇടങ്ങേറിന് പോകുന്നത് എന്ന് നമ്മുടെ മക്കൾ ചിന്തിക്കുന്നു. കാലം മാറി വരികയാണ്. സ്വപ്നങ്ങൾ ഒരുപാട് കുന്നുപോലെ കാണുന്ന മക്കൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെയും പഠിപ്പിക്കേണ്ടതുണ്ട്. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നില്ല. നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിന്റെ അളവ് എത്രയാണ്, അതിന്റെ തോത് എത്രയാണെന്ന് അവർ പഠിപ്പിക്കപ്പെടണം. അത് മാതാപിതാക്കളും കുടുംബമാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ അത് നമ്മുടെ കുടുംബജീവിതത്തെ സ്വാധീനിക്കും. നമ്മുടെ ദുർഗുണങ്ങൾ നമ്മുടെ കുടുംബത്തെ ബാധിക്കുമെന്നതാണ്. പുതിയ തലമുറ ലോക തോൽവി എന്നൊരു വാക്ക് പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം പാപ്പനെ പറ്റി, ഉമ്മനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. പാപ്പയും ഉമ്മയും വലിയ ലോക തോൽവികളാണ് എന്ന് പറഞ്ഞാൽ എന്താ അവർ ഉദ്ദേശിക്കുന്നത്? പരാജയമാണ് ജീവിതത്തിൽ. ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ജീവിതം എന്ന് അവർ ആലോചിക്കുകയാണ്. നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, കുടുംബത്തെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ, ഉമ്മമാർ, ഭാര്യമാർ, സഹോദരിമാർ, നമ്മുടെ പെൺമക്കൾ, മറ്റുള്ളവർ നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട്, നമ്മുടെ പരിക്കൻ ഇടപെടലുകൾ കൊണ്ട് ഈ ദീനും കുടുംബമൊക്കെ ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ഖുർആൻ പറഞ്ഞ ഈ ഒരു നല്ല മനസ്സിന്റെ ഉടമകളായി മാറിയിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇതല്ല സംഭവിക്കുക. അവർ ദീനിനെ ഇഷ്ടപ്പെടും, നമ്മളെ ഇഷ്ടപ്പെടും, കുടുംബത്തെ ഇഷ്ടപ്പെടും, അതിനോട് ചേർന്ന് നിൽക്കാൻ അവർ ആഗ്രഹിക്കും. നമ്മുടെ കുടുംബത്തിൽ ഭാര്യമാർ, ഭർത്താക്കന്മാർ അല്ലെങ്കിൽ മക്കൾ മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നു, ശാരീരികമായി ഉപദ്രവിക്കപ്പെടുന്നു എങ്കിൽ നമ്മളൊക്കെ നേടിയ ദീനിന്റെ ഗുണം എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ. നമ്മളൊക്കെ നേടിയ ദീനിന്റെ ഗുണം എന്താണ്? നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ ഗുണം എന്താണ്? നമ്മളെടുത്ത നോമ്പിന്റെ ഗുണം എന്താണ്? നമ്മുടെ സ്വതക്കയും ദാനധർമ്മത്തിന്റെ ഒക്കെ ഗുണം എവിടെയാണ്?
ഇതിന്റെയൊക്കെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ജീവിക്കുന്നവർക്ക് കിട്ടണം, അവർക്ക് അതിന്റെ ആസ്വാദനം കിട്ടണം. നമ്മൾ നമസ്കരിക്കുന്നു, 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നു, അതിന്റെ ഗുണമായി കിട്ടേണ്ടത് തസ്കിയത്താണ്, നമ്മുടെ മനസ്സിന്റെ വിശുദ്ധിയാണ്. അതിന്റെ ഗുണം നമ്മുടെ കുടുംബത്തിന് കിട്ടണം, നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് കിട്ടണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് നന്നാക്കാനാണ്, കൂടുതൽ ഈമാനികമായി വെളിച്ചമുള്ളതാക്കാനാണ് നമ്മുടെ ഇബാദത്തുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹ് അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിച്ചതാണ്. നമ്മുടെ വീട്ടുകാരിയെ അവഗണിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഏത് ദീനാണെന്ന് നമ്മൾ ആലോചിക്കണം. അവളുടെ സംസാരം നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഏത് സുന്നത്താണ് പിൻപറ്റുന്നത് ആലോചിക്കണം. ആരാണ് നമ്മുടെ നേതാവ് എന്ന് ആലോചിക്കണം. നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ഭാര്യയെ നമ്മൾ പരിഗണിക്കാതിരിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ദീനാണ് പഠിച്ചത് നമ്മൾ ആലോചിക്കണം. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കേൾവിക്കാരനായ ആൾ മാറണം. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ കേൾക്കുന്ന ഒരു പെണ്ണായി അവൾ മാറണം. അപ്പോഴാണ് കുടുംബത്തിൽ കൂടുതൽ അടുപ്പുണ്ടാകുക. കുടുംബത്തിൽ റോളില്ലാത്ത പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്. എന്താണ് അവർക്കിടയിൽ കുടുംബജീവിതത്തിന്റെ താളപ്പൊരുത്തങ്ങൾ എങ്ങനെ ഉണ്ടാകും നമ്മൾ ആലോചിക്കണം. ഒരു അഭിപ്രായം പോലും അവിടെ പരിഗണിക്കപ്പെടാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്നവരുണ്ട്. വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ പോലും പുറത്തുനിന്ന് അറിയുന്ന മക്കളുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ആരാണ് ഇത് തീരുമാനിക്കേണ്ടത്, ആരാണ് ഇതിന് ചേർത്ത് നിർത്തേണ്ടത്. അപ്പൊ നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് കുടുംബം ഗുണമുള്ളതായി മാറും. നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ കാരണം കുടുംബം അത് നശിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് മാറും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, എല്ലാവരെയും പരിഗണിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയുടെ സന്ദർഭങ്ങളിൽ, ഹുദൈബിയ സന്ധി നമുക്കറിയാം, ഒരു കരാർ എഴുതിയ സന്ദർഭമാണ്. ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് ആ കരാറുണ്ടായത്. അങ്ങനെ മുസ്ലിങ്ങൾക്ക്, മുസ്ലിം സഹാബത്തിന്, റസൂലുള്ളാഹിന്റെ കൂടെ പോയവർക്കൊക്കെ വലിയ വിഷമമുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ വളരെ വികാരഭരിതനായി റസൂലുള്ളാഹിനോട് സംസാരിച്ചു. അങ്ങ് ഹക്കിന്റെ റസൂലിനല്ലേ എന്നൊക്കെ ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായി. കാരണം റസൂലുള്ളാഹി എന്ന് എഴുതാൻ പറഞ്ഞെടുത്ത് മുഹമ്മദ് എന്ന് എഴുതേണ്ടി വന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത് മാറ്റി എഴുതേണ്ടി വന്നു. അങ്ങനെ പലതും കരാർ എഴുതിയപ്പോൾ പല വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. പക്ഷെ അള്ളാഹു അതിനെ ഫത്ഹ മുബീൻ എന്ന് വിശേഷിപ്പിച്ചു. ഗംഭീരമായൊരു വിജയം, വലിയ വിജയം വരാനിരിക്കുന്നു, വലിയ തീരുമാനമായിട്ടാണ് അതിനെ പരിഗണിച്ചത്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുന്നവർക്ക് അള്ളാന്റെ റഹ്മത്തും ബർക്കത്തും ഉണ്ടാവും, വലിയ പ്രതിഫലം ഉണ്ടാകും. കാലങ്ങൾ മാറി വരും, അള്ളാഹ് അതൊക്കെ അറിയണവനല്ലേ. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ റസൂൽ തീരുമാനിച്ചു. അവർക്കിടയിൽ വലിയ വിഷമമുണ്ടായി. റസൂൽ പറഞ്ഞു, നമുക്ക് പിരിഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പൊ അവര് ഹജ്ജും ഉംറയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു വന്നവരാണ്. പക്ഷെ അതിന് സാധിച്ചില്ല. റസൂൽ പറഞ്ഞു, എല്ലാവരും ബലിയെറുക്കുക, എന്നിട്ട് തലമുണ്ടനം ചെയ്യുക, എന്നിട്ട് നമുക്ക് പിരിഞ്ഞു പോകാന്ന് പറഞ്ഞു. കുറച്ചു നേരം ആരും അനങ്ങിയില്ല. ആരാ പറയണത് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർ തല താഴ്ത്തിയിരിക്കുകയാണ്, ദുഃഖം കൊണ്ട്, വിഷമം കൊണ്ട്. അടിയറവ് പറഞ്ഞു പോയോ എന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് അവരിങ്ങനെ കുറച്ചേരം അങ്ങനെ നിന്നു. 3 തവണ റസൂലുള്ളാഹി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു, വരി ഇത് ചെയ്യണം. അപ്പൊ അവരിങ്ങനെ ഒരു സാവകാശം വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ചെല്ലണ ആരെടുത്ത് കാര്യങ്ങൾ മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ എന്റെ സഹാബത്തിനോട് അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ അവർക്കെന്തോ വിഷമുള്ളതുപോലെ എന്ന് പറയാണ്. ഒരു അഭിപ്രായം തേടുകയാണ്. ആരോടാണ്? ദീനിങ്ങനെ വളർന്ന് വികസിച്ച് വരുന്നുള്ളൂ. ഒരു പെണ്ണിനോട് അഭിപ്രായം ചോദിക്കുന്ന ഒരു കുറവായി നമ്മൾ കാണേണ്ടതില്ല. അതാരോട്? കുടുംബത്തിലെ വിഷയമല്ല, ഒരു പൊതു സമൂഹത്തിന്റെ വിഷയത്തിൽ, ഒരു പൊതു നിലപാടെടുക്കുന്ന വിഷയത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചെന്ന് ചോദിക്കാൻ റസൂൽ ഇങ്ങനെ പറയാണ്. റസൂലുള്ളാഹിനോട് അങ്ങേക്ക് വിഷമമാകുന്നില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയാം എന്ന് പറഞ്ഞ് അവർ പറയാണ്, റസൂൽ അങ്ങ് കാര്യങ്ങൾ നിർവഹിച്ചു തുടങ്ങുക, അങ്ങ് പുറപ്പെടുക, ബലിയെറുക്കുക, എന്നിട്ട് മുടിയെടുക്കുക, അവരൊക്കെ അത് അനുസരിച്ചു കൊള്ളും എന്ന് പറയാണ്. റസൂൽ അതുപോലെ ചെയ്യാണ്. അതിന്റെ പുറകിൽ ഓരോരുത്തരായി വന്ന് അങ്ങനെ നിർവഹിച്ചു പോയതിന്റെ മഹാചരിത്രം ദീന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ അഭിപ്രായം ചോദിക്കുമ്പോ, പരിഗണിക്കുമ്പോ അതെല്ലാവരോടും ആകാന്നുള്ളതാണ്. ദീൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവാണെങ്കിൽ ആ നേതാവ് നമ്മളെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അത് കുടുംബത്തിൽ ഉണ്ടാകണം. നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതിന് റസൂലുള്ളാഹിനെ പ്രാപ്തമാക്കിയത് എന്താണ്? ദീനാണ്, വിശ്വാസമാണ്, ആ മനസ്സിന്റെ വിശാലതയാണ്. അത് ഉൾക്കൊള്ളാനുള്ള, പരിഗണിക്കാനുള്ള, അറിയാനുള്ള ഒരു ശ്രമമുണ്ടല്ലോ, ചേർത്ത് നിർത്താനുള്ള ഒരു മനസ്സ്, അത് നമ്മുടെ മനസ്സ് ആക്കിയെടുക്കേണ്ടതുണ്ട്. പാകപ്പെടുത്തുക എന്നത് വളരെ പ്രധാനമാണ്.
വളരെ പരിക്കനാണ് ഞാനെന്ന് വിചാരിക്കേണ്ടതില്ല. പക്ഷേ നമുക്ക് ആ സ്വഭാവത്തെ പതുക്കെ പതുക്കെ പ്രിയപ്പെട്ടവരെ മാറ്റിയെടുക്കാൻ കഴിയും. ദീൻ ഉള്ളിൽ കയറിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മധുര ഉള്ളിൽ കയറിയാൽ, പരലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വളർന്നാൽ, അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നുള്ള വലിയ വിശ്വാസവും പ്രതീക്ഷയും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ പുരുഷന്മാർ നമ്മളെ വീട്ടുകാരെ കേൾക്കണം, അവരെ അറിയണം, അവരെ പരിഗണിക്കണം, അവരെ സഹായിക്കാൻ സമയം കണ്ടെത്തണം. അതാണ് ദീൻ, അതാകണം ദീന് എന്ന് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നമ്മൾ അകറ്റുന്നതും വിഷമിപ്പിക്കുന്നതൊക്കെ എന്താണ്? പരിഹാസം ഉണ്ടാകുന്നു, കുറ്റപ്പെടുത്തൽ ഉണ്ടാകുന്നു, കളിയാക്കലുകൾ ഉണ്ടാകുന്നു, ഇല്ലാത്തത് പറയലുണ്ടാകുന്നു. ഇതൊക്കെ നല്ല മനസ്സിന്റെ ഒരു ഉടമയുടെ ലക്ഷണമാണോ? ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണമാണോ അതൊക്കെ? ഒരാളെ കളിയാക്കുക, പരിഹസിക്കുക, കുത്തിപ്പറയുക, ഇല്ലാത്തത് പ്രചരിപ്പിക്കുക എന്നൊക്കെ നല്ല മനുഷ്യന്റെ ലക്ഷണമല്ല. നമ്മുടെ മനസ്സ് കേടുവരുന്നതിന്റെ ലക്ഷണമാണ്, നമ്മുടെ ദീന് കുറഞ്ഞു പോകുന്നതിന്റെ ലക്ഷണമാണ്, നമ്മുടെ ഈമാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇല്ലാതായി പോകുന്നതിന്റെ ലക്ഷണമാണത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഹർ ഖൗമും മിൻ ഖൗമിൻ അസായി യകൂനൂ ഖൈറൻ മിൻഹും. മുഅ്മിനീകളെ, ഈമാനുള്ളവരെ, നിങ്ങൾ ആളുകളെ പരിഹസിക്കാൻ പോകരുത്. നിങ്ങൾ പരിഹസിക്കുമ്പോൾ ചിലപ്പോൾ അവര് അള്ളാന്റെ അടുക്കൽ നിങ്ങളെക്കാളും നല്ലവരായിരിക്കും, മാന്യന്മാരായിരിക്കുമെന്ന് ഖുർആൻ ഓർമ്മിപ്പിച്ചു. സ്ത്രീകളെ വിഷയം പ്രത്യേകം എടുത്തു പറഞ്ഞു, വലാ നിസാഉം മിൻ നിസാഇൻ അസായി യകുന്ന ഖൈറൻ മിൻഹുന്ന. സ്ത്രീകളെ, നിങ്ങൾ മറ്റു സ്ത്രീകളെ പരിഹസിക്കരുത്, കളിയാക്കരുത്. നിങ്ങൾ പരിഹസിക്കുമ്പോൾ അവർ നിങ്ങളെക്കാൾ ഉത്തമരായിരിക്കുമെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. ശേഷം പറഞ്ഞ എത്ര ഗൗരവമുള്ള വിഷയമാണ്. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. നിങ്ങൾ തമ്മിൽ കുറ്റം പറഞ്ഞ് നിങ്ങളെ തന്നെ കുറവാക്കരുത്, അപമാനിക്കരുത്, ഇരട്ട പേര് വിളിക്കരുത് എന്ന്. ടൈറ്റ് പേരിട്ട് വിളിക്കുക. നാട്ടിൽ വാപ്പിമ്മിയിട്ട് ഒരു പേരുണ്ടാവും, പക്ഷെ അതിന് പുറമെ നമ്മൾ അയാളെ കളിയാക്കാനോ അയാളുടെ കുറവോ അയാളെ പരിഹസിക്കാനൊക്കെ വേണ്ടി വേറെ പേരിടുക. ഖുർആൻ ചോദിക്കുന്നു, ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. നിങ്ങൾക്കൊക്കെ ഈമാൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ എത്ര വേണ്ടാത്തരങ്ങളാണ്, തെമ്മാടിത്തമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഖുർആൻ ചോദിക്കാൻ. അമല്ലം യതുബ് ഫൗലായിക ഹുമുൽ ളാലിമൂൻ. ഇതിൽ നിന്നൊക്കെ ആളുകൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ അവർ അക്രമികളാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ നമ്മൾ നന്നാക്കിയെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇല്ലാത്തത് പറയുക, അന്വേഷിക്കാതെ ഒരു കാര്യത്തിന് പുറകെ പോവുക, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളൊക്കെ എത്രയാണ്. ആളുകൾ ചിലപ്പോൾ ഒരു വാർത്ത സൃഷ്ടിക്കും, ഒരു കാര്യം പറയും, അത് ചിലപ്പോൾ നല്ലതായിക്കൊള്ളുന്നില്ല, മോശമായ കാര്യങ്ങൾക്ക് പുറകെ പോകാനാണ് ആളുകളുടെ ടെൻഡൻസി. അത് അന്വേഷിക്കണം എന്നാണ്. അന്വേഷിക്കാതെ ഏറ്റുപിടിക്കേണ്ടതില്ല. പുതിയ കാലത്ത് രാഷ്ട്രീയവും മതവും കുടുംബവും നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പല രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടും. അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ, സോഴ്സിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒന്നിന്റെയും പുറകെ പോകാൻ പാടില്ല. ഖുർആൻ അത് പറഞ്ഞു, ഫതബയ്യനു. നിങ്ങളത് വ്യക്തമായിട്ട് ഒരു കാര്യത്തെ അന്വേഷിച്ചോളാം. ആരെങ്കിലും കേട്ട് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കരുത്. പിന്നെ ബഅദുല്ലന്നീ ഇസ്മുൻ. നിങ്ങൾ കേൾക്കുന്ന പലതും ഊഹമാണ്, ഇല്ലാത്തതാണ് എന്ന് ഓർമ്മിപ്പിച്ചു. മാത്രമല്ല, വലാ തജസ്സസു. നിങ്ങൾ ചാരപ്പണി എടുക്കരുത് എന്നും പറഞ്ഞു. ഒരാളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല, ഇടപ്പറകളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. മറ്റൊരാളുടെ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല. ഖുർആന്റെ നെസ്സാണത്. അത് നിങ്ങൾ ചെയ്താൽ ഖുർആന്റെ വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ഖുർആന്റെ ആയത്തുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. വളരെ ഗൗരവത്തിലാണ് ഖുർആൻ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ല മനസ്സുകളുടെ ഉടമകളാകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. മനസ്സ് നിർമ്മലമായി കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈമാൻ നിലനിർത്താൻ അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മയൊക്കെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. രണ്ടു തരം മനസ്സിനുടമകളെ ഖുർആൻ പരിചയപ്പെടുത്തിയ കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. നല്ല ഗുണങ്ങളുള്ള മനസ്സ് അവരിടപെടുന്ന എല്ലാ മേഖലകളിലും, കുടുംബരംഗത്താവട്ടെ സാമൂഹ്യ രംഗത്താവട്ടെ ഒക്കെ അതവിടെ പ്രതിഫലിക്കും. വളരെ മോശമായ സ്വഭാവവും മോശം ഗുണങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ മനസ്സ് നമ്മൾ കൊണ്ടുനടക്കുന്നതെങ്കിൽ അത് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സാമൂഹ്യ തലങ്ങളെയൊക്കെ വളരെ ദോഷകരമായി ബാധിക്കും എന്നതാണ്. അപ്പൊ നല്ല മനസ്സുണ്ടാകാൻ, മനസ്സ് നിർമ്മലമാവാൻ, ഈമാൻ നിലനിർത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിന് വഴി പറഞ്ഞു തരുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും
വഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. ഒന്ന് ചെയ്യേണ്ടത് അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയാണ്, ദിക്റാണ്. അള്ളാഹിനെ എപ്പോഴും ഓർക്കാൻ പറ്റുക എന്നുള്ളതാണ്. അള്ള എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളൊരു വിചാരമാണ്. അള്ള കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ്. അള്ള കൂടെ ഉണ്ട് എന്നൊരു ഭയപ്പെടുത്തലാണ്. ഇതുണ്ടെങ്കിൽ തെറ്റിലേക്ക് പോകില്ല. വിഷമങ്ങൾ വരുമ്പോൾ അള്ള കൂടെ ഉണ്ട് എന്നുള്ള വലിയ ആശ്വാസം ഉണ്ടാവും. മനസ്സിനെ തണുപ്പിക്കാൻ നമുക്ക് കഴിയും, ഒന്ന് നിർമ്മലമാക്കാൻ കഴിയും. രണ്ടാമത്തത് ഖുർആന്റെ പാരായണമാണ്. അതിന്റെ പഠനമാണ്. അത് കേൾക്കുക എന്നുള്ളതാണ്. അത് പഠിപ്പിക്കുക, അത് പകർത്തുക എന്നുള്ളതാണ്. വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് മനസ്സിൽ നമുക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിപ്പിക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അത്തരം ഹൃദയങ്ങളിൽ അല്ലാഹു തആല സ്വസ്ഥത നിറക്കുമെന്നാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകളിലാണ് നമ്മൾ പോണെങ്കിൽ, ഖുർആനുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ പോണെങ്കിൽ, അള്ളാഹ് പറഞ്ഞു ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ ലിയസ്ദാദൂ ഈമാനം മഅ ഈമാനിഹിം. ഹുവല്ലദീ അൻസല അസ്സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. അവനാണ് നമ്മുടെ മനസ്സുകളിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും നിറക്കുന്നത്. ലിയസ്ദാദൂ ഈമാനം മഅ ഈമാനിഹിം. ഈമാൻ ഉണ്ടവർക്ക് അതിനു പുറമെ കുറച്ചുകൂടി ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹ് അവർക്ക് സ്വസ്ഥത പ്രദാനം ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഈ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയും ഖുർആനുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തത് മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ്. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. സുഖാഡംബരങ്ങളെ മുഴുവൻ തകർത്ത് കളയുന്ന ഒരു മരണം നിങ്ങളിലേക്ക് വരാനുണ്ട്, മരിച്ചു പോകണം എന്നതിനെ കുറിച്ചുള്ള ഒരു വിചാരം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കിബർ കുറയും, നമ്മുടെ ഹസദ് മാറും. പ്രിയപ്പെട്ടവരെ, അമിതമായ ആർത്തികളൊക്കെ ഇല്ലാതാകും. മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക എന്നുള്ളതാണ്. നാലാമത്തത് രോഗികളായവർ, പ്രയാസപ്പെടുന്നവർ, പരീക്ഷണങ്ങളാൽ വിഷമിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരെ അപകടം സംഭവിച്ച് കിടക്കുന്ന ആളുകൾ, ഇന്ന് മെഡിക്കൽ കോളേജിലൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്ന്. മാരക രോഗങ്ങളാൽ വിഷമിക്കുന്ന ആളുകളെ കണ്ടാൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നമുക്ക് മനസ്സിലാവും പടച്ചോൻ നമുക്ക് ഖൈർ നൽകിയിട്ടുണ്ട് എന്ന്. പ്രത്യേകമായ പരീക്ഷണങ്ങളിൽ പെട്ടുപോയവർ, അല്ലെങ്കിൽ മാതാപിതാക്കളും ഉറ്റവരും കുടുംബങ്ങളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അവരുടെ കബറിടങ്ങളെയൊക്കെ നമ്മൾ സന്ദർശിക്കുക. ഓർക്കാൻ പറ്റും നാളെ പോയി കിടക്കേണ്ട സ്ഥലമാണല്ലോ എന്ന നിലക്ക് നമുക്കൊരു മാനസാന്തരം ഉണ്ടാവും. നമ്മുടെ മനസ്സിനെ ഒന്ന് പാകമാക്കാൻ ഇതൊക്കെ സഹായിക്കുന്നുള്ളതാണ്. മറ്റൊന്ന് നല്ല അറിവുണ്ടാക്കുക എന്നുള്ളതാണ്, വായന വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, നല്ല ചിന്തകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അൽ ഇൽമു നൂർ, അറിവ് പ്രകാശമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അർറജുലു അലാ ദീനി ഖലീലിഹി, നിങ്ങളുടെ ദീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ല കൂട്ടുകാരുടെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സൗഹൃദം, നമുക്ക് നല്ല നല്ല സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ അറിവിനെ നമ്മൾ പരിപോഷിപ്പിക്കുക, നമ്മുടെ സൗഹൃദങ്ങൾ നന്നാക്കുക, മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക, ഖബറിടങ്ങൾ സന്ദർശിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ രോഗികളായ വിഷമിക്കുന്ന ആളുകളെ നമ്മൾ കാണുക, അവരോടൊപ്പം നമ്മൾ സഹവസിക്കുക, പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവായിട്ടുള്ള ബന്ധം നമ്മൾ ശക്തിപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ ഖുർആൻ സൂചിപ്പിച്ച നല്ല മനസ്സിന്റെ, രണ്ട് മനസ്സുകളിൽ നല്ല മനസ്സിന്റെ ഉടമകളാകാൻ നമുക്ക് കഴിയും. നമ്മുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നിറക്കും, സ്വസ്ഥത പ്രദാനം ചെയ്യും, സമാധാനം നൽകും. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും റഹ്മാനും റഹീമുമായ നാഥ നിന്റെ മഹത്തായ ഫضل കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, പല കാരണങ്ങളാൽ വിഷമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. വിഷമങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ യാത്രകളിലും ഒക്കെ നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്ന ആളുകളുണ്ട്, ശാരീരികമായി പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, സാമ്പത്തികമായി സങ്കടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹുവേ, മാനസികമായി വിഷമിക്കുന്നവർക്ക് നീ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഈമാന്റെ കരുത്ത് പ്രദാനം ചെയ്യണ
റഹ്മാനെ. ശാരീരികമായി പ്രയാസപ്പെടുന്നവർക്ക് നീ ആഫിയത്ത് പ്രദാനം ചെയ്യണ റഹ്മാനെ. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് നീ ആശ്വാസത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് നാഥ. എല്ലാവർക്കും നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നിരപരാധികളായി പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് നാഥ. അവർക്ക് നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഫലസ്തീനിലും ലബനാനിലും ഒക്കെ സങ്കടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് നാഥ. അവർക്ക് നീ കരുത്ത് പകർന്ന് അവരെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ആഫിയത്ത് പ്രദാനം ചെയ്യണ റഹ്മാനെ. സ്ഥൈര്യവും ധൈര്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ശുഹദാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ധാരാളം നല്ല ഉദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്